എപ്പോഴും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടണത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പതിവ്. പിന്നെ ഇവിടെ നിന്ന് പാക്ക് ചെയ്തിട്ട് എങ്ങോട്ടാ പോണേന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്. അത് പെട്ടെന്ന് രാത്രി വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. വെക്കേഷനൊക്കെ തീരാറായില്ല, അപ്പോൾ ഒരു ദിവസമെങ്കിലും വീട്ടിൽ പോയി നിൽക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോണതാണ് കേട്ടോ. അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് ചോറും ബീൻസ് തോരനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അതൊക്കെ പാക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ മെയിനായിട്ട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് എനിക്കൊരു ഫ്രെയിം ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. ഫ്രെയിം എന്ന് പറഞ്ഞാൽ ചെറിയ ഫ്രെയിം, മിനി ഫ്രെയിം. അത് പെട്ടെന്ന് ഒന്ന് ഓർഡർ കേട്ടോ. അപ്പോൾ അതെന്തായാലും രാത്രി അവിടെ കൊണ്ട് കൊടുക്കാൻ എനിക്ക് പോകണമായിരുന്നു. അപ്പോൾ പിന്നെ പോയിട്ടും ഇങ്ങോട്ട് തിരിച്ചു വരണ്ടല്ലോ, അപ്പോൾ അവിടെ തന്നെ അങ്ങ് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിള്ളേരും വീട്ടിലില്ലാത്തതുകൊണ്ട് മീനിന് അങ്ങനെ ഒരുപാട് ചിലവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനും ഉമ്മായും മാത്രമേ ഉള്ളൂ. ഉമ്മാക്കും വലിയ കാര്യമായിട്ട് അങ്ങനെ മീനൊന്നും വേണ്ട. അപ്പോൾ പിന്നെ മീനും എടുത്തുകൊണ്ട് നമ്മൾ പാക്ക് ചെയ്ത് ഇറങ്ങി. അപ്പോൾ പിന്നെ മീനും അവിടെ പൊരിക്കാനുള്ളത് എന്തോ 3-4 കഷ്ണമൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതും എടുക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ എടുത്തു. പിന്നെ ഉമ്മായും എന്തൊക്കെയോ പാക്ക് ചെയ്യുന്നുണ്ട്, കപ്പങ്ങയോ കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ തൊട്ടപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് ഞങ്ങളുടെ മൂത്താപ്പാടെ മക്കളുടെ വീടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് അങ്ങോട്ടും പോവുകയൊക്കെ ചെയ്യാം. അതുകൊണ്ടാണ് ഉമ്മായും വിളിക്കുമ്പോൾ തന്നെ ചാടി ഇറങ്ങണത്. പിന്നെ സെലോട്ടേപ്പ്, കത്രിക, ഈ വക ടൂൾസൊക്കെ എടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെ ചെന്ന് ഫ്രെയിം സെറ്റ് ചെയ്യണമല്ലോ. അവിടെ പിന്നെ അതൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫോണിൻ്റെ ചാർജർ എടുത്തില്ല കേട്ടോ. അപ്പോൾ അത് നമുക്ക് തിരിച്ച് വീണ്ടും വരേണ്ടി വന്നു. പിന്നെ പോണ വഴിക്ക് നമുക്ക് ഈ ഫ്രെയിമിലേക്ക് വെക്കാനുള്ള പ്രിൻ്റ് എടുക്കാൻ ഞാൻ പ്രിൻ്റ് കടയിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴത്തേയും പോലെ തന്നെ പ്രിൻ്റ് കട അടച്ചു പോയി, നമ്മൾ ലേറ്റായി. അപ്പോൾ അവരവരുടെ ഉത്തരവാദിത്തം വളരെ മനോഹരമായിട്ട് നിറവേറ്റി. പ്രിൻ്റ് വെളിയിൽ ഇറക്കി വെച്ചിട്ട് അവർ പോയി. ഞാൻ എന്നത്തെയും പോലെ തന്നെ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു. അങ്ങനെ പ്രിൻ്റ് കൊടുത്തുകൊണ്ട് വീട്ടിൽ വന്നു. പിന്നെ നമ്മൾ ഞാൻ ഫ്രെയിമൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകട്ടെ ചെയ്തത്. അപ്പോൾ അത് നിൽക്കാൻ പ്ലാൻ ചെയ്യണേക്ക് മുമ്പും അങ്ങനെ തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. ഫ്രെയിമൊക്കെ ആയിട്ട് പോകാൻ വേണ്ടി പോണ വഴി പ്രിൻ്റ് എടുത്തുകൊണ്ട് പോയി വീട്ടിൽ ചെന്ന് ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തിട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. ഇനിയിപ്പോൾ എന്തായാലും തിരിച്ചു വന്നില്ലോ, അപ്പോൾ അങ്ങനെ തന്നെയല്ലേ ചെയ്യാൻ ഓപ്ഷനുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രെയിമൊക്കെ എല്ലാം റെഡിയാക്കി അത് പാക്ക് ചെയ്ത് പൊതിഞ്ഞ് അമ്മച്ചിക്ക് കൊടുത്തു വിട്ടു. അമ്മച്ചി വീട്ടിൽ കൊണ്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മച്ചി അവിടെ കപ്പ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു, കുറച്ച് ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കപ്പൻ ചമ്മന്തി അല്ലേ, നമ്മൾ കണ്ടാൽ വിടൂലല്ലോ. അപ്പോൾ അതും കുറച്ച് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ മമ്മ അവിടെ ഇരുന്ന് TV ഒക്കെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കൂട്ടിനെ രണ്ടാമത് ചാർജർ എടുക്കാൻ പോയി എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പോയപ്പോൾ കൂട്ടിന് ഞാൻ ഐശ്വര്യാണ് വിളിച്ചുകൊണ്ട് പോയത്. അങ്ങനെ അവിടെ നിന്ന് ചാർജറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങി. അപ്പോൾ അവളോട് ഇത് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞതിൻ്റെ ഡിമാൻഡ് ആയിട്ടാണ് മുഖത്ത് കാണുന്നത്. അങ്ങനെ അവിടെ നിന്ന് ചാർജറൊക്കെ എടുത്ത് ഇറങ്ങി. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ടേ കാണുന്നത്. അങ്ങനെ കുറച്ച് വീഡിയോ അവളോട് എടുത്ത് തരാൻ പറഞ്ഞ് എടുത്ത് തന്നു. പിന്നെ ഈ ക്രോസ് ചെയ്യാൻ നിൽക്കണ പറഞ്ഞിട്ടേ കാണുന്നത്. അങ്ങനെ നമ്മളെങ്ങനെയോ